ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി 2024 ജൂലൈയിലുള്ള സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കാം, എന്തൊക്കെ ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ ഏത് പരീക്ഷയാണെങ്കിലും സെറ്റാണെങ്കിലും എന്ത് പരീക്ഷയാണെങ്കിലും അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഇപ്പോൾ സെറ്റിൻ്റെ സിലബസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. 2 പേപ്പേഴ്സാണ് ഉള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് കോമൺ ആണ്. ഏകദേശം 30ഓളം വിഷയങ്ങളിലാണ് സെറ്റ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ 30 വിഷയങ്ങളിൽ പരീക്ഷ എഴുതുന്നവർക്കും പേപ്പർ 1 എന്നുള്ളത് കോമൺ ആണ്. അതിനെ ജനറൽ പേപ്പർ എന്ന് വിളിക്കും. 120 മാർക്കാണ് ജനറൽ പേപ്പറിന്. 120-ൽ തന്നെ നമുക്ക് പാർട്ട് എ, പാർട്ട് ബി എന്ന് ഈ പേപ്പർ 1-നെ തിരിക്കാം. പേപ്പർ 1-നെ തന്നെ രണ്ടായിട്ട് തിരിക്കാം, പാർട്ട് എ, പാർട്ട് ബി. അപ്പോൾ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി പഠിക്കാനുണ്ട്, ഫിലോസഫി പഠിക്കാനുണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സോഷ്യോളജി, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സയൻസ് സബ്ജക്റ്റുകളുണ്ട്. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, സോഷ്യൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ അതേപോലെ തന്നെ കറണ്ട് അഫെയർസ്, GK ജനറൽ നോളേജ്, ഇംഗ്ലീഷും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ 1-ൽ വരുന്നത്. ഇനി പേപ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് എന്താണോ അത്. ഞാൻ ഇംഗ്ലീഷിൽ PG കഴിഞ്ഞൊരു വ്യക്തിയാണ്. PG B.Ed ഇംഗ്ലീഷിലാണ്. അപ്പോൾ എൻ്റെ പേപ്പർ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ്. ഇപ്പോൾ ബോട്ടണി പഠിച്ച ഒരാളാണെങ്കിൽ ബോട്ടണിയാണ്, ഹിസ്റ്ററി എടുത്ത ഒരാളാണെങ്കിൽ പേപ്പർ 2 ഹിസ്റ്ററി. അപ്പോൾ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അതാണ് പേപ്പർ 2. ഈ പേപ്പർ 1-ന് 120 മാർക്കും പേപ്പർ 2-ന് 120 മാർക്ക്. അങ്ങനെ ടോട്ടൽ 240 മാർക്കിലാണ് സെറ്റ് പരീക്ഷ നടക്കുന്നത്. ഈ പേപ്പർ 1 നമ്മൾ ക്വാളിഫയിങ് മാർക്ക് കിട്ടിയാൽ മാത്രമേ പേപ്പർ 2 ഇവാലുവേറ്റ് ചെയ്യുകയുള്ളൂ. പരീക്ഷയ്ക്ക് നമുക്ക് പേപ്പർ 1-ന് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പേപ്പർ 2 സബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് പേപ്പർ 1-ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ പേപ്പർ 1-ൽ 42 മാർക്കും പേപ്പർ 2-ൽ 42 മാർക്കും ടോട്ടൽ 116 മാർക്കുമാണ് വേണ്ടത്. ഈ 42 കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എത്രയേ വരുള്ളൂ, 84 മാർക്കല്ലേ വരുള്ളൂ. പക്ഷേ നമ്മൾ ഒരു വിഷയത്തിൽ പേപ്പർ 1-ലോ പേപ്പർ 2-ലോ കൂടുതൽ മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് സെറ്റ് ക്ലിയർ ചെയ്യാം. അപ്പം ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പേപ്പർ 1-ലാണ്. ഞാനിപ്പോൾ പറഞ്ഞു ഇത്രയും വിഷയങ്ങൾ പഠിക്കാനുണ്ട്, സൈക്കോളജി, ഫിലോസഫി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾക്ക് സമയം ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്റർ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യും. സ്വന്തമായി പഠിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിഷയങ്ങളുടെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അത് കുറച്ച് സമയം മെനക്കെടുന്ന പരിപാടിയാണ്. എന്നാലും അങ്ങനെ ബുക്സ് കളക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി പേപ്പർ 2-ൻ്റെ ഈ ഒരു കുറഞ്ഞ മാസത്തിനുള്ളിൽ സ്വന്തമായി മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് കുറച്ച് വിഷമമായിരിക്കും. ഏത് വിഷയമാണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും സയൻസ് സബ്ജക്റ്റുകളാണെങ്കിലും എന്താണെങ്കിലും മുഴുവനായിട്ടും നമുക്ക് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു കോച്ചിങ് സെൻറ്റർ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഓരോ വിദ്യാർത്ഥികളുടെയും താല്പര്യം മാത്രമാണ്. സ്വന്തമായി പഠിക്കുന്നവർക്ക് സ്വന്തമായിട്ട് പഠിക്കാം, കോച്ചിങ് സെൻറ്റർ എടുക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നാൽ ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാം, അതങ്ങ് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറയുന്നൊരു കാര്യം, സിലബസ് വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കരുത്. സിലബസ് പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. അതായത് നിങ്ങളിപ്പോൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സിലബസ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ സിലബസ് എഴുതിയെടുക്കുക. സമയം എടുക്കുക. എന്തായാലും ഒരു സിലബസ് മുഴുവൻ പേപ്പറിലേക്ക് പകർത്തി എടുക്കുക എന്നുള്ളത് സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി മെനക്കിടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ബോധം ആദ്യം തന്നെ വരും. പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചതിൽ ടിക്കിട്ട് പോകും. അപ്പോൾ എത്ര പോർഷൻസ് കവർ ചെയ്തു, ഇനി എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണയും വരും. അതാണ് രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. സെറ്റ് സിലബസ് എഴുതിയെടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. മൂന്നാമത്തെ കാര്യം,
നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ PDF അവൈലബിൾ ആയിരിക്കും, ഓഡിയോ ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ എല്ലാം അവൈലബിൾ ആയിരിക്കും. എന്നിരുന്നാൽ പോലും സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. കാരണം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും. അപ്പോൾ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ധാരണ വരും. ഈ ഒരു ഐഡിയലിസം എന്നുള്ളൊരു ടോപ്പിക് കേട്ടാൽ തന്നെ ഞാൻ 3-ാമത്തെ പേജിൽ ലെഫ്റ്റ് സൈഡിലാണല്ലോ ഞാൻ ഐഡിയലിസത്തെ പറ്റി എഴുതിയത്, അങ്ങനെയുള്ള ചിന്തകൾ അത്രയും നമുക്ക് ഷാർപ്പായിട്ട് ഓർമ്മയിൽ കാര്യങ്ങൾ നിൽക്കും. അപ്പം എന്ത് തന്നെ ഉണ്ടെങ്കിലും അത് എഴുതിയെടുത്ത് സ്വന്തമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു രീതി തന്നെയാണ് ഞാൻ എൻ്റെ കോച്ചിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കൂടുതലും ഓഡിയോ ഫോർമാറ്റിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുന്ന സമയത്ത് എന്താവും, ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രം മതി, എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ കാര്യങ്ങൾ ഉറച്ച് നിൽക്കും. ഇതാണ് 3-ാമത്തെ കാര്യം, സിലബസ് എഴുതിയെടുക്കാൻ വേണ്ടി നോക്കുക. ഇനി 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ട് വർക്ക് ചെയ്യാം. കാരണം നമ്മൾ ഡിഗ്രിക്കും PGക്കും BEdനും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 വർഷം, ഒരു ഡിഗ്രി PG BEd കാലയളവ് എടുത്ത് നോക്കുക, 7 വർഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ ഒരു 2 മാസമോ 3 മാസമോ കൊണ്ട് വീണ്ടും പഠിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദിവസേന ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസം 1 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കാൻ മാത്രം വിനിയോഗിക്കുക. അത് എത്രത്തോളം സമയം ചെലവഴിക്കുന്നു എന്നല്ല, എത്രത്തോളം സ്മാർട്ടായി പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ കോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ദെൻ സ്കിപ്പ് ചെയ്ത് പഠിക്കുക. അതായത് നമ്മൾ സെറ്റിൽ ഒരിക്കലും റാങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് 120-ൽ 119 മാർക്ക് കിട്ടിയ ആൾ വിന്നർ, അങ്ങനെയൊന്നുമില്ല. അതിന് പറഞ്ഞിരിക്കുന്ന ക്വാളിഫൈ മാർക്ക് ഞാനിവിടെ കൊടുക്കാട്ടോ, ഓരോ കാറ്റഗറിക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ മാർക്ക് നേടുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ മാത്സ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ മാത്സ് സ്കിപ്പ് ചെയ്തോ ജനറൽ പേപ്പറിൽ, പ്രശ്നമില്ല. പക്ഷേ അത് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റ് വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ സൈക്കോളജി ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇതിൽ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഏതെങ്കിലും വിഷയം സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ വിഷയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ടിപ്സായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജനറൽ ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി, കെമിസ്ട്രി, പൊളിറ്റിക്കൽ സയൻസ്, ഇത്രയും വിഷയങ്ങളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തരും, നിങ്ങൾ അത് സമയം ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ടാസ്ക് വരുന്നത്. സ്വന്തമായി മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും പോർഷൻസ് സ്കിപ്പായി പോകാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളൊരു കാര്യം നിങ്ങൾ നെറ്റിലെടുത്ത് നോക്കുമ്പോൾ പല മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഇതൊന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നത് മുമ്പ് അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു PDF കാര്യങ്ങളോ ആയിരിക്കും. അപ്പോൾ പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ 2020-ൽ റിവൈസ് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ പോളിസി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ശ്രദ്ധയപ്പെടണമെന്നില്ല. ദെൻ നമ്മളിപ്പോൾ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവുക. ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തതിൽ ചിലതൊക്കെ റോങ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ റീചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ പഠിച്ചത് കറക്റ്റാണോ എന്നുള്ളത് റീചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമൊക്കെ സ്വന്തമായി പഠിക്കുമ്പോൾ ഉണ്ട്. ദെൻ മറ്റൊരു കാര്യം പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുക. മാക്സിമം ടൈം നമ്മൾ ഉപയോഗിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര സ്പീഡിൽ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും, എത്ര നമ്മുടെ വേഗത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് പഠിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ അതിന് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. 4 ഓപ്ഷൻസ് ഇപ്പോൾ എന്താ പറയുക, വില്യം വൂണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസും ഇപ്പോൾ 4 സയൻറ്റിസ്റ്റുകളുടെ പേരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊന്ന് നോക്കൂ, ഈ സയൻറ്റിസ്റ്റുകൾ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ സൈക്കോളജിയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് 4 ഓപ്ഷൻസ് കിട്ടും. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 ചോദ്യങ്ങളുടെ സാധ്യതകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ
ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഓഡിയോ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഡിയോ ക്ലാസ്സുകളും ഷോർട്ട് നോട്ട്സുകളും തരും. ക്ലാസ് കേട്ടിട്ട് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ദെൻ ഫൈനലായിട്ട് ലാസ്റ്റ് റിവിഷൻ ടൈമിൽ നമ്മൾ തരുന്ന നോട്ടുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ഈ പറയുന്ന PYQസും ഡിസ്കഷൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ മെനക്കെട്ട് ഉത്തരം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ അതിൽ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ തരും. ഗ്രൂപ്പ് ഡിസ്കഷൻ അവൈലബിൾ ആണ്. കമ്പൈൻ സ്റ്റഡി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ലേണേഴ്സ് ഫ്രണ്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടാണ് പഠിക്കുന്നത്. ലേണേഴ്സ് ഫ്രണ്ട്ലി ആ ഒരു പേര് പോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാം. കാരണം കൂടുതലും സെറ്റൊക്കെ എഴുതുന്നത് ലേഡീസാണ്. പലരും കുഞ്ഞു മക്കളുടെ അമ്മമാരാണ്, പലരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുറങ്ങിയിട്ട്, ഇപ്പം ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ കുഞ്ഞുറങ്ങിയ ശേഷമുള്ള സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ കുഞ്ഞുറങ്ങിയ ശേഷം പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാം. ദെൻ മറ്റൊരു കാര്യം, ജോലി ചെയ്ത് പഠിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ചാൻസിലാണ് സെറ്റ് ക്ലിയർ ചെയ്തത്. ഇതൊരു ഇൻസ്പിറേഷന് വേണ്ടി പറയുന്ന കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഞാൻ ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്തത്. കാരണം ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എൻ്റെ വിഷയം. 1 മാസം സമയം എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്തായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച സമയം, 1 മാസം. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ലെസൺ പ്ലാൻ എഴുതാനുണ്ട്, പിറ്റേന്നത്തേക്കുള്ള ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ടീച്ചിങ് പ്രാക്ടീസ്. അപ്പോൾ ആ സമയത്ത് ഒറ്റ വാശിയായിരുന്നു, അതായത് ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്യണം. കാരണം വീണ്ടും ഈ BEd കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സെറ്റില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടാത്തൊരവസ്ഥ വരരുത്, അല്ലെങ്കിൽ BEd കഴിഞ്ഞിട്ട് 1 കൊല്ലം വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെ ഈ പഠനത്തോടൊപ്പം തന്നെ എനിക്ക് സെറ്റ് ക്ലിയർ ചെയ്യണമെന്നുള്ള വാശി നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി. അതായത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല, കാരണം വീട്ടിലെത്തുമ്പോൾ തന്നെ ലേറ്റ് ആവും. പിന്നെ ഈ എഴുത്ത് വായന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അതിനെത്തിയ TV ആണെന്നുണ്ടാവും, വീട്ടിൽ നിന്ന് ആൾക്കാരെ TV ആണെന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വിളിക്കും. അപ്പോൾ പല കാരണങ്ങളും കൊണ്ട് കൃത്യമായി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇനി സ്കൂളിലാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ബ്രേക്ക് കിട്ടും, അതായത് നമ്മുടെ പീരീഡ് അല്ലാത്ത സമയം കിട്ടുമല്ലോ. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത്, അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, നമ്മൾ കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രീ ടൈമിൽ എന്നെ വിളിക്കരുത്, എനിക്ക് പഠിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം, അത്രയും അർജൻറ്റായിട്ടുള്ളൊരു കാര്യം വന്നാൽ മാത്രം എന്നെ വിളിക്കുക. അതല്ലാത്ത സമയത്ത് എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം തരണമെന്ന് എൻ്റെ കൂടെയുള്ള BEd സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അവരതുപോലെ കൃത്യമായി അനുസരിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഫ്രീ പീരീഡിൽ അവർ എന്നെ മറ്റാവശ്യങ്ങൾക്കൊന്നും വിളിച്ചിട്ടില്ല, അതായത് എനിക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം അവർ തന്നു. അപ്പോൾ ആ ഒരു സമയം ഞാൻ 1 സെക്കൻഡ് പോലും വിടാതെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് 1 അവർ മാത്രമേ ഫ്രീ ഉള്ളൂ എങ്കിൽ ആ 1 അവർ കൃത്യമായിട്ട് ഞാൻ പഠിച്ചു. വീട്ടിൽ പോയ ശേഷമാണ് ഈ ലെസൺ പ്ലാന് കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നേരത്തെ ഞാൻ സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. സ്കൂൾ വിട്ടിട്ടും കുറച്ച് നേരം സ്കൂളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കൂടുമ്പോഴും 1 മണിക്കൂർ. അങ്ങനെ എൻ്റെ ആ ഒരു 24 hours എനിക്ക് എവിടെയൊക്കെ കൃത്യമായി പഠിക്കാനുള്ള സമയം കിട്ടും, അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് 1 month കൊണ്ട് ഞാൻ പഠിച്ചിട്ട് സെറ്റ് ക്ലിയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പോർഷൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് പഠിച്ചത്. എനിക്ക് ഇന്ന കാര്യം മനസ്സിലാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് സ്കിപ്പ് ചെയ്തു, മെനക്കെടാൻ നിന്നിട്ടില്ല. കാരണം 1 മാസം എൻ്റെ മുമ്പിൽ സമയമുള്ളൂ. ഞാൻ അറിയാത്തൊരു കാര്യം വീണ്ടും വീണ്ടും പഠിച്ചിട്ട് അതിൽ സമയം കളയുന്നതിന് പകരം എനിക്ക് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് എനിക്ക് കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക, ഒരു വാശി ഉണ്ടാക്കിയെടുക്കുക. ഇത്തവണ ഞാൻ സെറ്റ് ക്ലിയർ ചെയ്തിട്ടേ അടങ്ങുള്ളൂ, ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ പരീക്ഷയ്ക്ക് 1000 രൂപ ഫീസ് കൊണ്ടുപോയി അടക്കില്ല എന്നുള്ളൊരു വാശി ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു രീതി കണ്ടെത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റ് എന്ന് മാത്രമല്ല ഏത് പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഈ നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം സെറ്റിന് മാത്രമല്ല, ഇപ്പോൾ സെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തെന്ന് വെക്കട്ടെ, ഇനി HSC ആണെങ്കിലും HSST ആണെങ്കിലും മറ്റു പല പരീക്ഷകൾക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബുക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മളിപ്പോൾ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിലും ആ ഒരു സമയത്ത് ഓർമ്മയുണ്ടാവും, എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. പിന്നെ നമ്മൾ ഫോൺ മാറ്റുമ്പോൾ ചിലപ്പോൾ അത് പോകും, ആ കാര്യം വിട്ടുപോകും. അതുകൊണ്ട് നോട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് താങ്ക് യു.